ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു നമ്മുടെ ടൂർ വ്ലോഗ് തന്നെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബന്നാർഘട്ട നാഷണൽ പാർക്കിലാണ്, ബാംഗ്ലൂരിലുള്ള. അപ്പം അവിടേക്കുള്ള എൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഫാരിയാണ്. നമ്മൾ വണ്ടി ഹയർ ചെയ്തിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ കേട്ടോ. അപ്പം അതിൽ തന്നെ ഇൻക്ലൂഡാണ് നമ്മുടെ പെർ പേഴ്സൺ ടിക്കറ്റ്സൊക്കെ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു വണ്ടി ഹയർ ചെയ്തു, ഒരു ജീപ്പ്, AC ജീപ്പായിരുന്നു കേട്ടോ. നമ്മൾ ഹയർ ചെയ്തിരുന്ന നല്ല ചൂടുള്ള ദിവസമായിരുന്നു നമ്മൾ പോയത്. അപ്പം ഇത് ഇപ്പോഴും പോയതല്ല, ലാസ്റ്റ് മന്ത് അങ്ങനെയൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ എൻട്രി ചെയ്തപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റിയ ഈ ഒരു മാൻകൂട്ടത്തിനെയാണ് കേട്ടോ. അവരെന്തോ വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പം ശരിക്കും നല്ലൊരു വ്യൂ തന്നെയായിരുന്നു നമ്മൾ അവിടെ കയറിയപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പം ഈ ഒരു നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പാർക്കായിട്ട് അങ്ങനെ രൂപാന്തരപ്പെടുത്തിയിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവർ ആനിമൽസിനെ അങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് വിട്ട് വെച്ചിട്ടിരിക്കുക കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ പോയിരുന്ന ജീപ്പിലും അതുപോലെ മറ്റ് സഫാരിക്ക് വേണ്ടിയിട്ടുള്ള ജീപ്പിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ, നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ആനക്കൂട്ടങ്ങളൊക്കെ കണ്ടു. അപ്പം വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവർ അതിൻ്റെ ആനകളുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ലില്ലിന്നും സോഫിന്നും ഒക്കെ വിളിച്ച് അതിന് ഓരോരാളുടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ബന്നാർഘട്ട നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് വലിയൊരു കാടിൻ്റെ ഒരു ചെറിയൊരു വശം മാത്രമാണ് കേട്ടോ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ പബ്ലിക്കിനായിട്ട് തുറന്നു വിട്ടതാണ് 1975. അപ്പം ഇത് ശരിക്കും ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഇതൊരു വലിയൊരു കാടാണ് കേട്ടോ. വീരപ്പൻ താമസിച്ച സത്യമംഗലം കാടും അതുപോലെ വെല്ലിക്കൽ ഫോറസ്റ്റും ഒക്കെ ഈ ഒരു ബന്നാർഘട്ടയുടെ ആ ഒരു കാടിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പം 1975 തൊട്ടിട്ട് പബ്ലിക്കിനായിട്ട് ഈ ഒരു ഏരിയ, ഒരു കുറച്ചൊരു ഹെക്ടർ ഏരിയ ഇവർ പബ്ലിക്കിനായിട്ട് തുറന്നു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ സൈഡിൽ തന്നെ ഏകദേശം ഒരു 6 വില്ലേജസ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞു തന്നത്. നമ്മളുടെ ഡ്രൈവർ ഇൻഫർമേഷൻ തന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അപ്പുറമായിട്ടാണ് ഇവിടെ ട്രെക്കിങ്ങിനും അതുപോലെ ഹൈക്കിങ്ങിനൊക്കെയുള്ള ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പോകും വഴി കാരട്ടിക്കുട്ടനെയും കണ്ടു. പുള്ളി അവിടെ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുപോലെ ഈ കാട്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് പുരാതന അമ്പലങ്ങളുണ്ടെന്നും ഡ്രൈവർ പറയുന്നുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ പോകും വഴി കുറച്ച് വണ്ടി ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡ് സൈഡിലായിട്ട് ഒരു കരടി കിടക്കുകയാണ്. അപ്പം പുള്ളി പറഞ്ഞു ഇത് കുറച്ചൊരു ഡേഞ്ചർ ടൈപ്പാണ്, നല്ല ഉപദ്രവകാരിയായ ഒരു കരടിയാണെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഫുഡ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കഴിച്ചവിടെ ഇരിക്കുകയായിരുന്നു ആൾ. അപ്പം 1-2 കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഓരോ പോർഷനിലേക്കും ഓരോ ആനിമൽസുള്ള അതിലേക്ക് പോകുമ്പം വലിയൊരു ഗേറ്റ് തന്നെയുണ്ട്. ശരിക്കും ജുറാസിക് പാർക്കിലൊക്കെ കണ്ടുപോലത്തെ ഒരു വലിയൊരു ഗേറ്റ് കടന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ. നമ്മളിപ്പം പോകുന്നത് ബിഗ് ക്യാറ്റ്സിൻ്റെ പോർഷനിലാണ്. ലയണും ലെപ്പേർഡും ടൈഗറും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആ പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് ഒരു സിംഹം. അപ്പം ഇത്രയും വലിയ സിംഹത്തിനെ കണ്ടുപിടിക്കാൻ ശരിക്കും നല്ല പാടുപെട്ടോട്ടോ. കുറേ ഇതൊക്കെ ഉള്ളതുകൊണ്ട്, ചെടികളും മരങ്ങൾക്കും ഇടയിൽ കിടക്കുന്നതുകൊണ്ട് ശരിക്കും നല്ല പാടുപെട്ടു കണ്ടുപിടിക്കാൻ. പുള്ളി വണ്ടി നിർത്തിയിട്ട് നമ്മളോട് പറയും അതേ അവിടെ കിടക്കുന്നു സിംഹം, അല്ലെങ്കിൽ പുലി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ കുറച്ചൊരു പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കുറച്ച് അകത്തോട്ടായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ വേറൊന്നും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ മൊബൈലിൽ നിന്നാണ് കേട്ടോ വീഡിയോസൊക്കെ പിടിക്കാറ്. അപ്പം മൊബൈലിൽ നിന്ന് എത്രയാണ് സൂമിങ് കപ്പാസിറ്റി എന്നറിയാലോ, അത്രയും ഞാൻ മാക്സിമം ഇട്ട് സൂം ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ബംഗാൾ ടൈഗർ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ഒട്ടുമിക്ക ആനിമൽസും എനിക്ക് കണ്ടിടത്തോളം കുറച്ചൊരു എന്താ പറയേണ്ട, കുറച്ച് ആ ഒരു ഏജ്ഡ് ആണ് കേട്ടോ. സിംഹമായാലും പുലിയായാലും നല്ലൊരു പ്രായം തോന്നിക്കുന്ന ആ ഒരു ആനിമൽസാണ്.
അപ്പോൾ നമുക്ക് എന്തായാലും പോകും വഴി കുറച്ചും കൂടി നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ലയൻ്റെ ടൈഗറിൻ്റെ ഒക്കെ. അപ്പോൾ അതൊരു വൈറ്റ് ടൈഗറാണ് കേട്ടോ. അപ്പം അതൊക്കെ കണ്ടു നമ്മൾ. അതിൻ്റെ ഈ ഒരു നമ്മളിപ്പോൾ പോയിട്ടുള്ള പനർഗഡ് നാഷണൽ പാർക്കിൻ്റെ അകത്ത് തന്നെയായിട്ട് ഒരു ചെറിയൊരു സൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള കുറച്ച് ആനിമൽസിനെ നമ്മൾ കണ്ടുള്ളൂ കേട്ടോ. അപ്പം നല്ല തിരക്കായിരുന്നു അവിടെ. നമ്മൾ അകത്തോട്ട് അധികം ഒന്നും കയറിപ്പോയില്ല. നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഒരു ബട്ടർഫ്ലൈ ഗാർഡനും അതുപോലെ വേറൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ. അപ്പം അവിടെ ആദ്യം കയറുമ്പം തന്നെ അവിടെ ഉള്ള ബട്ടർഫ്ലൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങനെ അത്ര കുറേ ബട്ടർഫ്ലൈസ് ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല അകത്തേക്ക് കയറിയപ്പോൾ. അപ്പം അതിൻ്റെ ഒരു ഫീഡിങ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉണ്ടായത് ബട്ടർഫ്ലൈസൊക്കെ. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെയാണ് ഓരോ ചെടിയുടെ ഇടയ്ക്കും പൂക്കളുടെ ഇടയിലും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ കയറി നമ്മൾ കുറേ ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടപ്പം എൻ്റെ ചെറിയ മോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ ഇതൊക്കെ നല്ലോണം ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ ഉണ്ടായ ഒരു ആൾ വന്നിട്ട് നമുക്ക് ഇതിനെ ഒക്കെ കാണിച്ചു തന്നു. അപ്പം ഇപ്പോൾ കാണിച്ചു തന്നാണ് കേട്ടോ ബട്ടർഫ്ലൈസിൻ്റെ എഗ്ഗ്, ഈ ചെറിയ വൈറ്റ് ഡോട്ട്സ് പോലെയുള്ള. അപ്പം മോൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ ബട്ടർഫ്ലൈസിനൊക്കെ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ ചെറിയ മോൾ അത്യാവശ്യം ഹിന്ദിയൊക്കെ പറയും കേട്ടോ, നമ്മൾ കാർട്ടൂൺസൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ. അപ്പം പുള്ളി മോളുമായിട്ട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ മോളുടെ എക്സൈറ്റ്മെൻറ്റ് ഒക്കെ കണ്ടിട്ട് ഓരോ സ്റ്റേജസ് ആയിട്ട് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു ഇതിൻ്റെ ബട്ടർഫ്ലൈയുടെ. അപ്പം പൂപ്പയും ബാറുകയും ഒക്കെ കയ്യിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും ഒരു പേടിയായിരുന്നു. നമുക്കൊക്കെ ഒരു എന്താ പറയണ്ട, നമുക്കൊരു അറപ്പ് പോലൊക്കെ തോന്നില്ലേ ഈ പുഴുക്കളൊക്കെ കയ്യിൽ വെക്കുമ്പോൾ. മോൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അവൾ അതൊക്കെ എൻജോയ് ചെയ്തു. എന്തായാലും ഒരു ബട്ടർഫ്ലൈനും ഒക്കെ വെച്ച് കൊടുത്തു കേട്ടോ പുള്ളി. അപ്പം ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഒരു 3 ഡോമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ഡോമിൽ നമ്മളിപ്പം കണ്ട ആ ഒരു ചെടികളും ബട്ടർഫ്ലൈസും ഒക്കെയാണ്. പിന്നെ ഒരു മ്യൂസിയം ആയിട്ടാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിപ്പം ഇതിൻ്റെ മ്യൂസിയത്തിലാണുള്ളത്. അപ്പം ഒട്ടുമിക്ക ഇവിടെയുള്ള ഓരോ ജീവികളുടെയും ഇൻസെക്ട്സിൻ്റെ അവർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബനാഗഡ ഫോറസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്ന ഓരോ ഒരു ബട്ടർഫ്ലൈസിൻ്റെയും അതുപോലെ മോത്ത് മറ്റ് പല ഇൻസെക്ട്സിനെയും ഇവർ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ബെസ്റ്റ് ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബനാഗഡ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചൊരു കോസ്റ്റ്ലി ആണ്, എന്നാൽ പോലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ച് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ബനാഗഡ നാഷണൽ പാർക്ക്.
അപ്പോൾ അവിടുന്ന് ഇതൊക്കെ കണ്ട് നമ്മൾ അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം പോകും വഴിയൊക്കെ ഇതുപോലെ ഒരു വലിയൊരു മൺകൂനൊക്കെ പണ്ട് ഋഷിമാരൊക്കെ ജപിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ പോലെ തോന്നി ആ ഒരു മൺകൂനൊക്കെ കണ്ടപ്പം. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് വലിയൊരു പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം മോളെ കളിപ്പിച്ചൊക്കെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടതിന് എന്തായാലും കമൻസിലൂടെ അറിയിക്കാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.